ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിന്റെ ഈ പുതിയ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് കണ്ടക്ടേഴ്സിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ്, അതാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതുപോലെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽസിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. എന്താണ് കണ്ടക്ടർ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ടക്ടർ എന്ന മെറ്റീരിയലിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? മറ്റ് മെറ്റീരിയലിനെ അപേക്ഷിച്ച് കണ്ടക്ടേഴ്സിൽ ഫ്രീ ചാർജസ് ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളതാണ് കണ്ടക്ടറിന്റെ പ്രത്യേകത. എന്താണ് ഈ ഫ്രീ ഇലക്ട്രോൺസ്? ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺസ് അതിൽ നിന്ന് എക്സൈറ്റ് ചെയ്ത് പുറത്തായി നിൽക്കും. അതായത് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ഇതിൽ നിന്ന് റിലീസായി ഫ്രീ ആയി നിൽക്കുന്നതിനെയാണ് നമ്മൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് ധാരാളമായി കാണപ്പെടുന്ന മെറ്റീരിയൽസ് ആണ് കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കണ്ടക്ടറിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നു. ഒരു കണ്ടക്ടറിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ആറ്റത്തിൽ നിന്ന് വിട്ടുപോയി ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന് ഡയറക്ഷൻ ഉണ്ട്. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ചാർജസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചാർജസിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതെല്ലാം ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാണ്. When a charge is placed in an electric field, it will experience a force F is equal to EQ. Clear? E into Q, അത്രയും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജസ് ആണ്. അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഫീൽഡിന്റെ പോസിറ്റീവ് സൈഡിലോട്ടായിരിക്കും. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത്, ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നിങ്ങൾ ഒരു പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്താൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ആയിരിക്കും. കാര്യം എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് സൈഡിലോട്ടായിരിക്കും മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു നെഗറ്റീവ് ചാർജിനെയാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിലൂടെ നെഗറ്റീവ് ചാർജസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും തിരിച്ചുമായിരിക്കും. അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, നെഗറ്റീവ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്താൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡും ആയിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജസ് ആണ്. ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടെ എന്തിയോടെ ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് ഈ പോസിറ്റീവ് സൈഡിലോട്ട് വരും. അതായത് ഫീൽഡിനെതിരായിട്ട് മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഈ സൈഡിൽ അലൈൻ ചെയ്യും. സ്വാഭാവികമായിട്ടും അപ്പുറത്തെ സൈഡ് എന്താവും? പോസിറ്റീവ് ആവും. കാരണം എന്താ? സകല ഇലക്ട്രോൺസും കൂടെ ഇപ്പുറത്ത് വന്ന്, അപ്പോൾ എക്സസ് ഇലക്ട്രോൺ സൈഡിലായപ്പോഴത്തേക്ക് അവിടെ നെഗറ്റീവ്, അപ്പുറത്ത് ഇലക്ട്രോൺസ് പോയതുകൊണ്ട് അവിടെ പോസിറ്റീവായി. സോ when a conductor is placed in an external electric field, the free electrons in the conductor will experience force and drift. അവർ ഡ്രിഫ്റ്റ് ചെയ്യും, അവർ ഒരു സൈഡിൽ അലൈൻ ചെയ്യും. സ്വാഭാവികമായിട്ടും മറ്റേ സൈഡ് പോസിറ്റീവ് ആവും. ഇതിന്റെ ഫലമായിട്ട് ഇതിനകത്ത് മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഇന്റീരിയർ റീജിയനിൽ മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് രണ്ടും കൂടി ബാലൻസ് ആയി പോകും. സ്വാഭാവികമായിട്ടും കണ്ടക്ടറിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും. പറഞ്ഞു വന്നത്, ഈ കൊടുത്തിരിക്കുന്ന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇഫക്റ്റ് കണ്ടക്ടറിന്റെ അകത്ത് സീറോ ആയിരിക്കും. കാരണം ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫലമായിട്ട് കണ്ടക്ടറിനുള്ളിൽ ചാർജുകൾ അറേഞ്ച് ചെയ്ത് മറ്റൊരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കി രണ്ട് ഫീൽഡും കൂടി ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു കണ്ടക്ടറെ കൊണ്ടുവച്ചാൽ ആ ഫീൽഡിന്റെ എഫക്റ്റ് ഇതിനുള്ളിൽ ഉണ്ടാവത്തില്ല. വേറൊരു ഇലക്ട്രിക് ഫീൽഡിനെ ബാലൻസ് ചെയ്യും. സോ ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരിക്കലും ഒരു ഇലക്ട്രിക് ഫീൽഡിന് കണ്ടക്ടറിനകത്തൂടി കടന്നു പോകാൻ കഴിയത്തില്ല. കണ്ടക്ടറിന്റെ അകം ഇലക്ട്രിക് ഫീൽഡിൽ നിന്നും വാനിഷ് ആയിരിക്കും, ഷീൽഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? കണ്ടക്ടർ കറണ്ടിനെ കടത്തിവിടും, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും, പക്ഷേ ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കഴിവ് കണ്ടക്ടറിനില്ല. കണ്ടക്ടറിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ എഫക്റ്റ് ഉണ്ടാവത്തില്ല. ഓക്കെ, ഇതുകൊണ്ട് ധാരാളം പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, ലൈറ്റ്നിങ് സമയത്ത്, മിന്നൽ സമയത്ത് നമ്മളൊരു മെറ്റൽ കേജിനകത്താണെങ്കിൽ സേഫ് ആണെന്ന് കേട്ടിട്ടുണ്ടോ അല്ലേ? അതായത് ഇപ്പൊ കാറിനകത്താണ്, നമ്മൾ തുറസായ ഓപ്പൺ പ്ലേസിൽ നിൽക്കുന്നതും ഒരു കാറിനകത്താണെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കും. അതായത് ഒരു മെറ്റാലിക് ബോഡിക്കകത്ത് ഒരാൾ നിൽക്കുകയാണെങ്കിൽ ലൈറ്റ്നിങ്ങിന്റെ എഫക്റ്റ് ഇയാൾക്ക് ഉണ്ടാവത്തില്ല. കാരണം കണ്ടക്ടറിനുള്ളിലേക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ എഫക്റ്റ് വരത്തില്ല എന്നുള്ളതാണ് എൻ്റെ കേസ്.
ഓക്കെ, ഈ സംഭവത്തെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് വിളിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് മനസ്സിലായോ? അത് ഒരു എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കും. വണ്ടിക്കകത്താണെങ്കിൽ അത് കുറച്ചുകൂടി സേഫ് ആണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്? നമ്മളിപ്പോൾ പഠിച്ചതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇനി വേറൊരു കേസുണ്ട്. ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റ്സ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ചില സെൻസിറ്റീവായ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇവരെ ഇലക്ട്രിക് ഫീൽഡിൽ ചിലപ്പോൾ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും പല ആവശ്യങ്ങൾക്കും. പക്ഷെ ആ ഇലക്ട്രിക് ഫീൽഡിൽ ഈ ഇൻസ്ട്രുമെന്റിന് കേടുപറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മളൊരു ഒരു മെറ്റൽ കേജ് ഉണ്ടാക്കും. ഒരു ഹോളോ മെറ്റൽ ബോക്സ് ആണ്. ഇത് മെറ്റലാണ്. ഇതിനകത്തൊരു ഹോളുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ ഈ ക്യാവിറ്റിക്കകത്ത് പ്ലേസ് ചെയ്യാം. ഇതൊരു മെറ്റൽ കവചമാണ്, മെറ്റാലിക് കേജ് ആണ്. ഇതിനുള്ളിൽ ആ ഇൻസ്ട്രുമെന്റിനെ നിങ്ങൾ പ്ലേസ് ചെയ്താൽ, ഇനി എത്ര ശക്തമായ ഇലക്ട്രിക് ഫീൽഡിൽ ഇതിനെ നിങ്ങൾ പ്ലേസ് ചെയ്താലും ഈ ഇൻസ്ട്രുമെന്റ് സേഫ് ആയിരിക്കും. കാരണം ഈ കേജിനകത്തേക്ക് പ്രവേശിക്കാൻ ഈ ഇലക്ട്രിക് ഫീൽഡിന് പറ്റത്തില്ല. അതായത് ഒരു കണ്ടക്ടറാണ്, അതിനകത്തോട്ട് ഇലക്ട്രിക് ഫീൽഡിന് എഫക്റ്റ് ഇല്ല. അങ്ങനെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇൻസ്ട്രുമെന്റ്സിനെയൊക്കെ അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസുകളെയൊക്കെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഒരു ഷീൽഡായിട്ട് ഈ കണ്ടക്ടർ പ്രവർത്തിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഈ കേജിന് ഒരു പേരൊക്കെ ഉണ്ട്. ഫാരഡേ കേജ് എന്നാണ് ഇതിന്റെ പേര്. ഇങ്ങനെ മെറ്റാലിക് കേജ് വെച്ച് ഇൻസ്ട്രുമെന്റിനെ പ്രൊട്ടക്ട് ചെയ്തില്ലേ, അപ്പൊ ആ കേജിനെ വിളിക്കുന്ന പേരാണ് ഫാരഡേ കേജ്. അപ്പൊ ഫാരഡേ കേജിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഓക്കെ, അപ്പൊ ഒറ്റ പോയിന്റ്, ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ. ഈ ഫിഗർ കൂടെ നോട്ട് ചെയ്തേക്കുക. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആൾവേസ് നോർമൽ ടു ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. ഒന്നുമില്ല, ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിന്റെ സർഫസ് നമ്മൾ ചാർജ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ ഇറ്റ്സ് എ ചാർജ്ഡ് കണ്ടക്ടർ, റൈറ്റ്? ഈ ചാർജ്ഡ് കണ്ടക്ടർ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും സർഫസിന് നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. ദിസ് ഈസ് ദ പ്രോപ്പർട്ടി. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഒരു പക്ഷേ ഈ ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് നോർമൽ അല്ലായിരുന്നെങ്കിൽ, ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ഒരു പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് നോർമൽ അല്ലെങ്കിൽ, വി ക്യാൻ റിസോൾവ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടു പെർപെൻഡിക്കുലർ കമ്പോണൻസ്. ഓക്കെ, അതിൽ ഒരു കമ്പോണന്റ് സർഫസിന് ടാൻജൻഷ്യൽ ആണ്, അല്ലെങ്കിൽ എലോങ് ദി സർഫസ് ആണ്. സോ ഈ കമ്പോണന്റ് കാരണം എപ്പോഴും നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് ഇരുന്നാൽ എന്ത് സംഭവിക്കൂടെ? ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് ഇരുന്നാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ഫോഴ്സ് ആൻഡ് മൂവ്. ഒരു ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ അതിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയും അത് മൂവ് ചെയ്യുകയും ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് ഉണ്ടെങ്കിലേ ഈ സർഫസിലെ ഈ ചാർജുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ കമ്പോണന്റിന്റെ ഫോഴ്സ് കാരണം മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചാർജ് മൂവ് ചെയ്താൽ നമുക്ക് കറണ്ട് കിട്ടും. അതായത് വേറെ ചിലവൊന്നുമില്ല, ബാറ്ററിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ചാർജുകൾ ഒഴുകാൻ തുടങ്ങും എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു കാരണവശാലും ചാർജസ് മൂവ് ചെയ്യത്തില്ല. ചാർജസ് മൂവ് ചെയ്യണമെങ്കിൽ, ഒരു കണ്ടക്ടറിലെ ചാർജ് മൂവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ഗെറ്റ് സം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടാതെ ഒരു കാരണവശാലും ചാർജുകൾ ചലിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊരു കണ്ടക്ടറിനെ ചുമ്മാ ചാർജ് ചെയ്ത് വെച്ചാൽ ആ ചാർജ് അതിന്റെ സർഫസിൽ കൂടെ സ്വയം ഫ്ലോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ ഒരിക്കലും ചാർജുകൾ ഫ്ലോ ചെയ്യാറില്ല. കണ്ടക്ടറിനെ ചാർജ് ചെയ്താൽ ആ ചാർജ് അതിന്റെ ബോഡിയിൽ പറ്റിപ്പിടിച്ചിരിക്കാറേ ഉള്ളൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ തന്നെ ആയിരിക്കണം? സർഫസിന് നോർമൽ തന്നെ ആയിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് must be normal to the surface of a charged conductor. If it were not normal to the surface, it should have a tangential component of the along the direction of the conductor, or in the direction of the surface of the conductor. So the free charges would experience force and move. It is not possible in a static situation. So the electric field must be normal to the surface of the conductor. Idana second property. Third property, the interior of a conductor can have no excess charges in static situation. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിനെ നമ്മൾ ചാർജ് ചെയ്യണം ബൈ മീൻസ് ഓഫ് ടു പ്രോസസ്, കണ്ടക്ഷൻ ഓർ ഇൻഡക്ഷൻ, അല്ലേ? നമ്മൾ രണ്ട് മെത്തേഡ് ഓഫ് ചാർജ്, പ്രധാനമായിട്ടും കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ രണ്ട് മെത്തേഡാണുള്ളത്, കണ്ടക്ഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ. ചാർജിങ് മീൻസ് എക്സസ് ചാർജസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്, അല്ലേ? അപ്പം നമ്മളൊരു കണ്ടക്ടറിനെ ചാർജ് ചെയ്യുന്നു, അത് പോസിറ്റീവ് ചാർജ് ആവാം, നെഗറ്റീവ് ചാർജ് ആവും.
അപ്പൊ നിങ്ങൾ ഒരു കണ്ടക്ടറിനെ ചാർജ് ചെയ്താൽ, അതായത് അതിലേക്ക് അഡീഷണൽ ചാർജ് കൊടുത്താൽ, അതിനാണ് എക്സസ് ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. സോ ആ എക്സസ് ചാർജ് ആ കണ്ടക്ടറിന്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തേ ഉള്ളൂ. അതൊരു സോളിഡ് കണ്ടക്ടർ ആവാം. സപ്പോസ് ഒരു സോളിഡ് സ്പിയർ അല്ലെങ്കിൽ സോളിഡ് മെറ്റാലിക് ബ്ലോക്ക് ആയിക്കോട്ടെ, അതിന്റെ അകത്ത് ബോഡി ഉണ്ട്, കണ്ടക്ടർ സോളിഡ് ആണ്, എങ്കിൽ പോലും നിങ്ങൾ കൊടുക്കുന്ന ചാർജസ് കണ്ടക്ടറിന്റെ സർഫസിലേ റിസൈഡ് ചെയ്യുള്ളൂ. അതായത് എക്സസ് ചാർജസ്, അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ചാർജുകൾ ഒരിക്കലും കണ്ടക്ടറിന്റെ ഇന്റീരിയർ റീജിയനിൽ കാണത്തില്ല. ഓക്കെ, സോ കണ്ടക്ടേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് അലോങ് ദി സർഫസ് ഓഫ് ദ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിനെ ചാർജ് ചെയ്താൽ ആ ചാർജുകൾ കണ്ടക്ടറിന്റെ സർഫസിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരിക്കലും അത് ഇന്റീരിയർ റീജിയനിലേക്ക് പോകത്തില്ല. അതിനെ സ്കിൻ ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. വിത്ത് റീസൺ. നമുക്കിപ്പോൾ പ്രോപ്പർട്ടി മാത്രം പഠിക്കാനേ ഉള്ളൂ. The interior of a conductor can have no excess charges in the static situation. Fourth property, throughout the volume of the conductor, electrostatic potential is constant. അതായത് ഒരു കണ്ടക്ടറിന്റെ മൊത്തം വോളിയത്തിലും അതിന്റെ പൊട്ടൻഷ്യൽ വാല്യൂ കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞു ഒരു സോളിഡ് കണ്ടക്ടർ ഞാൻ എടുക്കുകയാണ്, ഇതിനെ ഞാൻ ചാർജ് ചെയ്യാണ്. ഈ ചാർജ് എവിടെ കാണപ്പെടുള്ളൂ? കണ്ടക്ടറിന്റെ സർഫസിൽ മാത്രം ഒരുപോലെ കാണപ്പെടും. അപ്പൊ ഈ സർഫസിലെല്ലാം ഒരേ പൊട്ടൻഷ്യലാണ്, അഥവാ ഇക്വിപൊട്ടൻഷ്യലാണ് അല്ലേ? അപ്പൊ ഒരു ചാർജ് കണ്ടക്ടറിന്റെ സർഫസ് ഇക്വിപൊട്ടൻഷ്യലാണ്, കാരണം ഒരേപോലെ ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. മാത്രമല്ല ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? ആൾവേസ് നോർമൽ ടു ദി സർഫസ് ആണ്. കണ്ടക്ടറിന്റെ സർഫസിന് നോർമലുമാണ് ഇലക്ട്രിക് ഫീൽഡ്, പെർപെൻഡിക്കുലറുമാണ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് നോർമലായിട്ട് നിൽക്കുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അത് പോട്ടെ. എനിവേ ഒരു കണ്ടക്ടറിന്റെ സർഫസിൽ മൊത്തത്തിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. എടേ അതേ പൊട്ടൻഷ്യലാണ് എൻ്റെ അകത്തും. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സ്പെറിക്കൽ ഷെല്ലിന്റെ കാര്യം. ഈ അകത്ത് ചാർജ് എക്സസ് ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അകത്തെ പൊട്ടൻഷ്യൽ എവിടത്തെ തന്നെ ആയിരിക്കും? സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് റിക്വയർഡ് ടു മൂവ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അപ്പൊ ഈ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചാൽ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് ചാർജിനെ ഈ സർഫസ് വരെ എത്തിക്കാൻ ആവശ്യമായ വർക്കാണ്. അപ്പൊ അകത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അകത്തെത്തിക്കാൻ ആവശ്യമായ വർക്കാണ്. പക്ഷേ അകത്ത് വേറെ ചാർജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പുറത്തുനിന്ന് ഒരു ചാർജിനെ എനിക്ക് ഇതിന്റെ അകത്ത് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചാൽ സർഫസ് വരെ എത്ര വർക്ക് ചെയ്യണം? അത്ര വർക്ക് തന്നെ അകത്തെത്തിയാലും മതി. അത്ര വർക്ക് മതി അകത്തെത്തിക്കാനും. കാരണം അകത്ത് പിന്നെ എക്സ്ട്രാ വർക്കൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അപ്പൊ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ സർഫസിൽ എത്തിക്കേണ്ട വർക്ക് തന്നെയാണ് ഇന്റീരിയർ റീജിയനിലെ അല്ലെങ്കിൽ അതിന്റെ അകത്തോട്ട്. ഷെല്ലിന്റെ കേസ് നമ്മൾ പറഞ്ഞതാണ്. സോ അകത്തെ ഓരോ പോയിന്റുകളിലെയും പൊട്ടൻഷ്യൽ സർഫസിലെ അതേ പൊട്ടൻഷ്യൽ തന്നെയാണ്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ കണ്ടക്ടറിന്റെ സർഫസിലും അകത്തുള്ള ഓരോ പോയിന്റിലും സെയിം പൊട്ടൻഷ്യലാണ്. അപ്പൊ നമുക്ക് പറയാം ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ദ കണ്ടക്ടർ, കണ്ടക്ടറിന്റെ ഫുൾ വോളിയത്തിലും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ 4 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ് കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് 4 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ പറയും. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടേഴ്സ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ 4 പ്രോപ്പർട്ടി നന്നായിട്ട് പഠിക്കുക. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അതിനകത്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന കോൺസെപ്റ്റ് വരുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടർ ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ ഷീൽഡ് ചെയ്യാൻ പറ്റും. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് എന്തിനെങ്കിലും നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആ സാധനത്തെ ഒരു മെറ്റാലിക് കേജിനകത്ത് വെച്ചാൽ മതി. ലൈറ്റ്നിങ് സമയത്ത് നമ്മൾ പറയുന്നുണ്ട്, ഒരു അടച്ചിട്ടൊരു വണ്ടിക്കകത്ത് നമ്മൾ കുറച്ചുകൂടി സേഫ് ആയിരിക്കും എന്ന് പറയുന്നതിന് കാരണം അതാണ്. ക്ലിയർ? അടുത്ത ഒരു കുഞ്ഞു ഡെറിവേഷൻ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. ഇതൊരു ചാർജ്ഡ് കണ്ടക്ടറാണ്. അപ്പൊ ഞാനൊരു ഇറഗുലർ ഷേപ്പിലുള്ള എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ സിലിണ്ടർ ആയിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് സിലിണ്ടർ ആയിട്ട് കാണാം. പുസ്തകത്തിൽ ഒരു ഇറഗുലർ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ വരച്ചതേ ഉള്ളൂ. ഇതാ ഒരു കണ്ടക്ടർ, അതിന്റെ സർഫസിൽ ചാർജ് ഉണ്ട്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇതുപോലുള്ള യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻസിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗോസസ് ലോ ആണ്. ആ ലോ ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ അത് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ എനിക്കൊരു ഗോസിയൻ സർഫസ് കാണാം. ഞാനൊരു കൊച്ചു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ഇവിടെ ഇമാജിൻ ചെയ്യുകയാണ്. ഈ ജസ്റ്റ് സർഫസിൽ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടൊരു പൊക്കം കുറഞ്ഞ ഒരു ചെറിയ ഗോസിയൻ സിലിണ്ടറാണ് ഞാൻ ഇവിടെ ഇമാജിൻ ചെയ്തിരിക്കുന്നത്.
ഈ സിലിണ്ടറിന്റെ ബാക്കി പകുതി ഈ കണ്ടക്ടറിന്റെ അകത്താണ്. ഇവിടെ നമ്മളെ ഈ ഗോസസ് ലോയുടെ സെക്കൻഡ് ആപ്ലിക്കേഷൻ പഠിച്ചില്ലേ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്. അപ്പം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഗോസിയൻ സിലിണ്ടറൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്ത് ആ സിലിണ്ടറിന്റെ ബാക്കി പകുതി വെളിയിലോട്ടൊക്കെ എടുത്തൊക്കെയാണ് നമ്മൾ ചെയ്തത്. അതൊരു തിൻ പ്ലെയിൻ ഷീറ്റ് ആയിരുന്നു. അവിടെ പഠിച്ചത് ഒരു തിൻ പ്ലെയിൻ ഷീറ്റ് ആയിരുന്നു. അവിടെ ഗോസിയൻ സർഫസിന്റെ ആ സിലിണ്ടറിന്റെ ബാക്കി പകുതി ഫ്രണ്ടിലോട്ടും ബാക്കി പകുതി ബാക്കിലോട്ടും ഇമാജിൻ ചെയ്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ബിക്കോസ് അതൊരു തിൻ പ്ലെയിൻ ഷീറ്റ് ആയിരുന്നു. ഇതൊരു സോളിഡ് കണ്ടക്ടർ ആണ്. അപ്പൊ ഈ ഗാസിയൻ സിലിണ്ടറിന്റെ ബാക്കി പകുതി ഈ കേസിൽ കണ്ടക്ടറിന്റെ അകത്താണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഇസ് എ സോളിഡ് കണ്ടക്ടർ. മറ്റതൊരു പ്ലെയിൻ ഷീറ്റ് ആയിരുന്നു. ഓക്കെ, ഇനി ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മുകളിലോട്ടാണ് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഈ ക്രോസ് സെക്ഷണൽ ഏരിയ എ എന്ന് ഞാൻ എടുക്കുകയും, അപ്പോൾ അതാണ് എ വെക്ടർ. അറിയാലോ, ഏരിയക്ക് നോർമലായിട്ട് വരയ്ക്കുന്നതാണ് ഏരിയ വെക്ടർ. നിങ്ങൾക്ക് അറിയായിരിക്കും ഏരിയ ഒരു വെക്ടറാണ്, ആ ഏരിയക്ക് ഡയറക്ഷൻ ഉണ്ട്. നിങ്ങൾ കാണുന്ന ഈ വൈറ്റ് ബോർഡിന്റെ ഡയറക്ഷൻ അതിന് നോർമലായിട്ട് ഫ്രണ്ടിലോട്ടാണ്. മനസ്സിലായി? നമ്മൾ നിൽക്കുന്ന തറയുടെ ഡയറക്ഷൻ വെർട്ടിക്കലി മുകളിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു സർഫസിന്റെയും ഡയറക്ഷൻ വെക്ടർ വരയ്ക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ ഈ സിലിണ്ടറിന്റെ ടോപ്പ് സർഫസ് ഫേസ് ചെയ്യുന്ന മുകളിലോട്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത് അവിടെ ഇയും എയും ഒരേ ഡയറക്ഷനിലാണ് അല്ലേ. ഇനി ഈ സിലിണ്ടറിന്റെ ഈ ഗോസിയൻ സിലിണ്ടറിന്റെ വശങ്ങളിലൂടെ ഫ്ലക്സ് ഇല്ലല്ലോ, കാരണം എല്ലാ ഫ്ലക്സും മുകളിലോട്ടല്ലേ പോണത്. അപ്പോൾ എല്ലാ ഫീൽഡ് ലൈൻസും ഈ എൻഡ് ഫേസിലൂടെ ആയിരിക്കും പോണത്. സിലിണ്ടറിന്റെ കർവ്ഡ് ഫേസിൽ കൂടി ഫീൽഡ് ലൈൻസ് വരുന്നില്ല. അതായത് ഈ കണ്ടക്ടറിൽ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വളഞ്ഞ് ഇതിലെ ഇറങ്ങി വരില്ലല്ലോ, എല്ലാം മുകളിലോട്ടല്ലേ പോകത്തുള്ളൂ. അപ്പോൾ ഫീൽഡ് ലൈൻസ് പോകുന്നത് ഗോസിയൻ സർഫസിന്റെ മുകളിൽ കൂടെയാണ്, അതായത് ആ എൻഡ് ഫേസിൽ കൂടെയാണ്. അപ്പോൾ ഈ സിലിണ്ടറിൽ കൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് നമുക്കറിയാം ഇ ഡോട്ട് എ ആണ് ഫ്ലക്സിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഇ എ കോസ് തീറ്റ. ഇവിടെ ഇയും എയും തമ്മിലുള്ള ആംഗിൾ 0 ആണ്, ബിക്കോസ് ഇ ആൻഡ് എ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. സോ ഇ ഇൻറ്റു എ, ബിക്കോസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് 0 ഈസ് 1. Applying Gauss's theorem, phi is equal to 1 by epsilon 0 into net charge enclosed by the surface. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗോസസ് ലോ അനുസരിച്ച് ഒരു സർഫസിലെ ഒരു ക്ലോസ്ഡ് സർഫസിലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1 by epsilon 0 ഇൻറ്റു അതിനകത്തുള്ള ടോട്ടൽ ചാർജ്. നമുക്കറിയാം സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് വെച്ചാൽ ക്യൂ ബൈ എ ആണ്. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ. അപ്പോൾ phi is equal to 1 by epsilon 0 into sigma a, where q equal to sigma a. ഫ്ലക്സിന്റെ രണ്ട് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് ഇ ഇൻറ്റു എ, രണ്ട് 1 by epsilon 0 into sigma a. രണ്ടും കൂടെ നമ്മൾ ഈക്വേറ്റ് ചെയ്യുന്നു. എയും കട്ടാവുന്നു. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇത്രയേ ഉള്ളൂ. സോ ഒരു കണ്ടക്ടറിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. സോ ഒരു കണ്ടക്ടറിന്റെ ചാർജ് കണ്ടക്ടറിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇതാണ് സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇതിൽ സിഗ്മ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്കറിയാം സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ മഴയുടെ ഒരു ബഹളമൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഇടയിൽ സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ, സർഫസ് ചാർജ് ഡെൻസിറ്റി ക്യൂ ബൈ എ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചാർജിന് സിഗ്മ ഇൻറ്റു എ എന്ന് എടുക്കാം. അപ്പോൾ ഈ ഗോസിയൻ സിലിണ്ടറിൻ്റെ അകത്ത് ഇരിക്കുന്ന ചാർജാണ് സിഗ്മ ഇൻറ്റു എ. അപ്പോൾ ഫ്ലക്സിന്റെ ഡെഫിനേഷൻ വെച്ചിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എ ആണ്. ഗോസ് തിയറം അനുസരിച്ച് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 1 by epsilon 0 ഇൻറ്റു ചാർജ് ആണ്. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിച്ചു, രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുന്നു, ഇ കണ്ടുപിടിക്കുന്നു. ഈ മെത്തേഡിൽ തന്നെയാണ് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടുപിടിച്ചത്. പിന്നെ നമ്മൾ പ്ലെയിൻ ഷീറ്റിന്റെ പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. പ്ലെയിൻ ഷീറ്റ് ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റിന് ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഗോസിയൻ സിലിണ്ടർ അപ്പൊ പുറത്തോട്ട് മീൻസ് ബാക്ക് സൈഡിലും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഇ ഇൻറ്റു എ ഫ്ലക്സ് വരുന്നുണ്ട്, ഇവിടെയും ഒരു ഇ ഇൻറ്റു എ ഫ്ലക്സ് വരുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് 2EA എന്ന് വന്നായിരുന്നു. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഡെറിവേഷനാണ്. അപ്പൊ ആ 2EA ആണ് അവിടെ 1 by epsilon 0 into sigma a ക്ക് ഇക്വേറ്റ് ചെയ്തത്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ സിഗ്മ ബൈ 2 epsilon 0 എന്നാണ്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ കേസാണ് പറയുന്നത്.
ഫസ്റ്റ് ചാപ്റ്ററിൽ ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി σ/2ε0 എന്നാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഒരു സോളിഡ് കണ്ടക്ടർ ആണ്. അപ്പോൾ ഈ പറയുന്ന ഗോസ്റ്റിയൻ സിലിണ്ടറിന്റെ പകുതി ഈ പറയുന്ന കണ്ടക്ടറിന്റെ അകത്താണ്. അപ്പോൾ ഒരു EA മാത്രമേ ഉള്ളൂ, അകത്ത് ചാർജ് ഇല്ല, ഫ്ലക്സും ഇല്ല. അപ്പോൾ ഒരു EA മാത്രമേ ഉള്ളൂ, which is equal to 1/ε0 into σA. So inside, at the surface of a charged conductor, the electrostatic field is E is equal to σ/ε0, and the direction of this electric field is always normal to the surface of the conductor. ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടക്ടറിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്, അഥവാ നോർമൽ ആണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടേഴ്സ്. 4 പോയിന്റ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത്. ഒന്നെന്താണ്, ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് 0. രണ്ടാമത്തെ പോയിന്റ്, ഒരു കണ്ടക്ടറിന്റെ സർഫസിലെ ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സർഫസിന് നോർമൽ ആയിരിക്കും. 3, എക്സസ് ആയിട്ട് കൊടുക്കുന്ന ചാർജുകൾ എപ്പോഴും കാണപ്പെടുന്നത് കണ്ടക്ടറിന്റെ സർഫസിലായിരിക്കും. 4, ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ദ കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റന്റ്. ആൻഡ് ഇനി സർഫസിലെ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു. ഈസ് ഈക്വൽ ടു σ/ε0 n ക്യാപ്. അവിടെ n ക്യാപ് എന്താണ്? n ക്യാപ് ഈസ് ദ യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദി സർഫസ്. അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് കണ്ടക്ടറിന്റെ സർഫസിന് നോർമൽ എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് ഡൈ ഇലക്ട്രിക്സ്. ഓക്കെ, ഡൈ ഇലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ലേ, നമ്മളിപ്പോൾ ഒരു കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീസ് അല്ലേ പഠിച്ചത്. അതായത് കണ്ടക്ടർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ കണ്ടക്ടറിനകത്താണല്ലോ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ കണ്ടക്ടറിനെ നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അവർക്ക് ഈ സൈഡിൽ വരാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഇത് പോസിറ്റീവ് ആവും, ഇതിനകത്തൊരു ഇലക്ട്രിക് ഫീൽഡ് വന്ന് ക്യാൻസൽ ആയി പോകും എന്ന പ്രോസസ്സ് നമ്മൾ പഠിച്ചു. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് നടക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇതൊരു ഇൻസുലേറ്റർ ആണെങ്കിലോ, ഒരു ഇൻസുലേറ്ററിനെയാണ് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്നതെങ്കിൽ അതിനകത്തെ ഫ്രീ ചാർജസ് ഇല്ല. ഫ്രീ ചാർജസ് ഉണ്ടെങ്കിലല്ലേ അതിന് ഈ സൈഡിലോട്ട് വരാൻ പറ്റൂ. അപ്പോൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രീ ചാർജസ് ഇല്ലാത്ത മീഡിയമാണ്. അപ്പോൾ ഇൻസുലേറ്ററുകളെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായി ഡൈ ഇലക്ട്രിക് മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസുലേറ്റേഴ്സിനെ ഫിസിക്സുകാർ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇൻസുലേറ്റേഴ്സിനെ അറിയപ്പെടുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് മീഡിയം. അപ്പോൾ ഡൈ ഇലക്ട്രിക് മീഡിയം എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇൻസുലേറ്റേഴ്സ് എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഡൈ ഇലക്ട്രിക്സ് ആർ ഇൻസുലേറ്റിംഗ് മീഡിയം വിച്ച് അലൗസ് ഇലക്ട്രിക് ഫീൽഡ് ടു പാസ് ത്രൂ ഇറ്റ്. അതിൽ കൂടി ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകും. കാരണം എന്താണ്? ഇൻസുലേറ്റർ ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഷീൽഡ് ആവൂല, മറ്റേ പ്രോസസ് നടക്കൂല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന് ഇൻസുലേറ്ററിനകത്ത് ഇഫക്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറയും. ഇലക്ട്രിക് ഫീൽഡിനെ കടത്തി വിടാൻ ഇൻസുലേറ്റർ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്ററിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡിന് ഇഫക്റ്റ് ഉണ്ട്. സോ ഡൈഇലക്ട്രിക്സ് ആർ ഇൻസുലേറ്റിംഗ് മീഡിയം വിച്ച് ക്യാൻ അലോ ഇലക്ട്രിക് ഫീൽഡ് ടു പാസ് ത്രൂ ഇറ്റ്. ഓക്കെ, അപ്പൊ ഡൈഇലക്ട്രിക്കിന് ഒരു ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു പരിധി വരെ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഇൻസുലേറ്റർ താങ്ങുള്ളൂ. ഒരു പരിധി കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും ഒരു ഇൻസുലേറ്റർ താങ്ങത്തില്ല. സോ ദ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ബൈ എ ഡൈഇലക്ട്രിക് മീഡിയം വിത്തൗട്ട് ലൂസിങ് ഇറ്റ്സ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി. അതായത് ഒരു ഡൈഇലക്ട്രിക്കിന് അതിന്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെടുത്താതെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരമാവധി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ മീഡിയം എന്ന് പറയും. ഓരോ മീഡിയത്തിനും ഓരോ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് കാണും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പറയും എന്താണ്, ഇപ്പൊ മുള ഇൻസുലേറ്റർ ആണ്, മുള കൊണ്ട് തൊട്ടാൽ കറണ്ട് അടിക്കില്ലെന്ന് നമ്മൾ പറയും. ഓക്കെ, പക്ഷേ ഈ മുളയ്ക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പരമാവധി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിനപ്പുറത്തേക്കാണെങ്കിൽ അതിലൂടെ നമുക്ക് ഷോക്ക് അടിക്കും. ഇപ്പം മിന്നലേറ്റ് തെങ്ങൊക്കെ കത്തിപ്പോകുന്ന കണ്ടിട്ടില്ലേ? തെങ്ങ് തടിയാണ്, ഇൻസുലേറ്റർ ആണ്, പക്ഷെ എന്തുകൊണ്ട് അത്രയും ഇഫക്റ്റ് അത് ഉണ്ടായി? തടിയാണ്, കറണ്ടിന് കടത്തി വിടേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ മിന്നലിൽ ഏറ്റ് തെങ്ങൊക്കെ നിന്ന് കത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസുലേറ്ററുകളെയാണ് ഡൈഇലക്ട്രിക് മീഡിയം നമ്മൾ പറയുന്നതെങ്കിൽ പോലും ഓരോ ഡൈഇലക്ട്രിക്കിനും അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് മീഡിയത്തിനും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ദ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ക്യാൻ ഹോൾഡ് ഓർ വിത്ത്സ്റ്റാൻഡ് ബൈ എ ഡൈഇലക്ട്രിക് മീഡിയം വിത്തൗട്ട് ലോസിങ് ഇറ്റ്സ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി. ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെടുത്താതെ ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രിക് ഫീൽഡിനെ ഒരു പേര് വിളിക്കും, ഇറ്റ്സ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. ഇപ്പൊ എയർ, നമുക്കറിയാം എയർ ഇൻസുലേറ്റർ ആണ്, പക്ഷേ എയറിന് ഒരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന വാല്യൂ ഉണ്ട്. അതിനപ്പുറം ഇലക്ട്രിക് ഫീൽഡ് വന്നാൽ എയറിലൂടെയും നമുക്ക് ഷോക്ക് അടിക്കും, മിന്നൽ എയറിൽ കൂടെയും നമുക്ക് ഷോക്ക് ഏൽക്കാറുണ്ട്. അപ്പൊ അത്രയും സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് വന്നാൽ ഒരു ഇൻസുലേറ്ററിനും അത് താങ്ങാൻ പറ്റത്തില്ലെന്ന് അർത്ഥം.
സോ അവിടെ നമുക്ക് പറയേണ്ട ഒരു ടേം ആണ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. ചില മീഡിയങ്ങളുടെയൊക്കെ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എത്രയാണെന്ന് നമ്മൾ പഠിക്കും. സോ ഡൈ ഇലക്ട്രിക്സ് എന്താണ്? ഡൈ ഇലക്ട്രിക്സ് ആർ ഇൻസുലേറ്റിംഗ് മീഡിയം വിച്ച് ക്യാൻ അലോ ഇലക്ട്രിക് ഫീൽഡ് ടു പാസ് ത്രൂ ഇറ്റ്. ഇൻസുലേറ്റർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടും. പക്ഷേ ഒരു ഇൻസുലേറ്ററിന് താങ്ങാൻ പറ്റുന്ന ഒരു പരമാവധി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ പേരാണ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. അപ്പൊ ഈ ഡൈഇലക്ട്രിക്സ് രണ്ട് തരത്തിലുണ്ട് കേട്ടോ. നോൺ പോളാർ ഡൈഇലക്ട്രിക്കും പോളാർ ഡൈഇലക്ട്രിക്കും. എന്താണ് നോൺ പോളാർ ഡൈഇലക്ട്രിക് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുള്ള നോൺ പോളാർ മോളിക്യൂൾസ് കൊണ്ടുണ്ടാക്കിയ ഡൈഇലക്ട്രിക് മീഡിയംസ്. നോൺ പോളാർ മോളിക്യൂൾസ് കൊണ്ടുള്ള ഡൈഇലക്ട്രിക് മീഡിയങ്ങളെയാണ് നോൺ പോളാർ ഡൈഇലക്ട്രിക് എന്നറിയപ്പെടുന്നത്. അതുപോലെ പോളാർ മോളിക്യൂൾസ് കൊണ്ടുണ്ടാക്കിയ ഡൈഇലക്ട്രിക്കിനെയാണ് പോളാർ ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. ഈ നോൺ പോളാർ എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണം H2. നോൺ പോളാറിന് എക്സാമ്പിൾ ആണ് പറയുന്നത്. ഹൈഡ്രജൻ മോളിക്യൂൾ, അതുപോലെ ഓക്സിജൻ മോളിക്യൂൾ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഒക്കെ നോൺ പോളാറിന് എക്സാമ്പിൾ ആണ്. അതുപോലെ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾ വരുന്നതാണ് H2O. വാട്ടർ മോളിക്യൂൾ പോളാർ ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. NH3 അമോണിയ, അതുപോലെ കാർബൺ മോണോക്സൈഡ് CO, ഇതൊക്കെ പോളാർ നേച്ചറുള്ള മോളിക്യൂൾസ് ആണ്. ഓക്കെ, എന്താണ് ഈ നോൺ പോളാറും പോളാർ എന്ന് പറഞ്ഞാൽ? പൊളാരിറ്റി ഉള്ളതും പൊളാരിറ്റി ഇല്ലാത്തതും. അതാണ് നോൺ പോളാർ എന്ന് വെച്ചാൽ പൊളാരിറ്റി ഇല്ലാത്ത മോളിക്യൂൾസ്, പോളാർ എന്ന് വെച്ചാൽ പൊളാരിറ്റി ഉള്ള മോളിക്യൂൾസ്. അപ്പൊ എന്താണ് ഈ പൊളാരിറ്റി എന്നൊന്ന് നോക്കാം. സപ്പോസ് ഒരു മോളിക്യൂൾ, അതിൽ രണ്ടോ അതിലധികമോ ആറ്റംസ് കാണുമല്ലോ, അതിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഈ മോളിക്യൂളിൽ ഓരോ ആറ്റത്തിലും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസിന്റെ എല്ലാം കൂടി നെഗറ്റീവ് ചാർജിന്റെ എഫക്റ്റ് വരുന്ന ഒരു സ്ഥലം ആ മോളിക്യൂളിൽ എവിടെയെങ്കിലും കാണും. എന്ന് പറഞ്ഞാൽ നമ്മൾ +1 സെന്റർ ഓഫ് മാസ് പഠിച്ചിട്ടുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിപ്പിച്ച സെന്റർ ഓഫ് മാസ്. ഇപ്പൊ ഉദാഹരണത്തിന് റിങ്, ഒരു വളയം, ആ റിങ്ങിന്റെ മാസ് ചുറ്റാകെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിന്റെ നടുക്ക്. അതിന്റെ മാസ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പോയിന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ വസ്തുക്കളിലും ഒരു പോയിന്റ് ഉണ്ട്, അതിന്റെ സെന്റർ ഓഫ് മാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് മാസുകൾ ചേർന്നാണ് ഏത് ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ബോഡിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കുറെ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഈ പാർട്ടിക്കിൾസിന് ഓരോന്നിനും മാസ് ഉണ്ട്. പക്ഷേ ആ ബോഡിയുടെ മാസ് ഒരു പോയിന്റിലാണ് അതിന്റെ കേന്ദ്രം. അതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഭൂമിയും മൂണും ഉൾപ്പെടുന്ന ആ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ഏതാണ്ട് ഈ ഭാഗത്താണ് വരുന്നത്. എർത്തിന്റെ ഒരു സൈഡിലായിട്ടാണ് എർത്ത് മൂൺ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് വരുന്നത്. പക്ഷെ എർത്തിന്റെ മാത്രം സെന്റർ ഓഫ് മാസ്, എർത്ത് ഒരു പാർട്ടിക്കിൾ സിസ്റ്റമാണ്, ധാരാളം പാർട്ടിക്കിൾസിനാൽ നിർമ്മിതമാണ് എർത്ത്. അതിനൊരു സെന്റർ ഓഫ് മാസ് ഉണ്ട്. മൂണിനൊരു സെന്റർ ഓഫ് മാസ് ഉണ്ട്. പക്ഷെ ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് വേറൊരു പോയിന്റ് ആണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ കുറെ മാസുകൾ ചേർന്നാണ് ഒരു സിസ്റ്റം രൂപപ്പെടുന്നത്. അതിനൊരു സെന്റർ ഓഫ് മാസ് ഉണ്ടെന്ന് നമ്മൾ +1 പഠിച്ചു. അതുപോലെ സെന്റർ ഓഫ് ചാർജും ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, ഒരു ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഒരു ആറ്റത്തിന്റെ ഷെല്ലിൽ കിടന്ന് റിവോൾവ് ചെയ്യും. ആ നെഗറ്റീവ് ചാർജിന് ഒരു ഇഫക്റ്റീവ് പോയിന്റ് ഇതിനകത്ത് എവിടെയോ ഉണ്ട്. ഓക്കെ, അതുപോലെ ന്യൂക്ലിയസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രോട്ടോൺസ് ധാരാളം പോസിറ്റീവ് ചാർജസ് ആണ്. ഈ പോസിറ്റീവിനെല്ലാം കൂടി ഒരു സെന്റർ ഉണ്ടാവും. അപ്പൊ സെന്റർ ഓഫ് ദ നെഗറ്റീവ് ചാർജും സെന്റർ ഓഫ് ദ പോസിറ്റീവ് ചാർജും, ഒരു മോളിക്യൂളിലെ സെന്റർ ഓഫ് ദ നെഗറ്റീവ് ചാർജും സെന്റർ ഓഫ് ദ പോസിറ്റീവ് ചാർജും. ചില ആറ്റങ്ങളിൽ ഈ പോസിറ്റീവ് ചാർജിന്റെ സെന്റർ ആയിട്ട് വരുന്ന പോയിന്റിൽ തന്നെ ഏതും വരും, നെഗറ്റീവ് ചാർജിന്റെ സെന്ററും കയറി വരും. അതായത് സെന്റേഴ്സ് ഓഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് കോയിൻസൈഡ് അറ്റ് ദ സെയിം പോയിന്റ്. അതായത് മോളിക്യൂളിന്റെ പോസിറ്റീവ് ചാർജിന്റെ സെന്ററും നെഗറ്റീവ് ചാർജിന്റെ സെന്ററും ഒരു സ്ഥലത്ത് തന്നെ വരും. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന, അങ്ങനെയുള്ള മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ മോളിക്യൂൾസ്. പൊളാരിറ്റി ഇല്ല, പോസിറ്റീവ് നെഗറ്റീവ് ഒരു സ്ഥലത്ത് തന്നെ വന്നു. എന്നാൽ ചില മോളിക്യൂൾസിന്റെ കേസിൽ അതിന്റെ പോസിറ്റീവ് ചാർജിന്റെ സെന്ററിൽ നിന്ന് അല്പം ഷിഫ്റ്റ് ചെയ്തായിരിക്കും അതിന്റെ നെഗറ്റീവ് ചാർജിന്റെ സെന്റർ വരുന്നത്. സോ ദർ എക്സിസ്റ്റ് എ പൊളാരിറ്റി. അങ്ങനെ ഉള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ പോളാർ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് കോയിൻസൈഡ് ചെയ്യണമോ കോയിൻസൈഡ് ചെയ്യണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ മോളിക്യൂളിന്റെ സ്ട്രക്ചറാണ്, അതിന്റെ സിമെട്രി ഒക്കെ അനുസരിച്ചിരിക്കും. ആ മോളിക്യൂൾസിന്റെ സിമെട്രിയും അതിന്റെ ആറ്റത്തിന്റെ ഓറിയന്റേഷനൊക്കെ അനുസരിച്ചിരിക്കും പോസിറ്റീവും നെഗറ്റീവും എവിടെ വരണം എന്നുള്ളത്. സോ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസോടെ പറഞ്ഞാൽ മതി, ഇഫ് ദ സെന്റേഴ്സ് ഓഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഓഫ് എ മോളിക്യൂൾസ് കോയിൻസൈഡ്സ് സച്ച് എ മോളിക്യൂൾ ഈസ് കോൾഡ് നോൺ പോളാർ മോളിക്യൂൾ. അങ്ങനെ നോൺ പോളാർ മോളിക്യൂൾസ് കൊണ്ടുണ്ടാക്കിയ ഡൈഇലക്ട്രിക് മീഡിയത്തിനെ നമ്മൾ എന്ത് വിളിക്കും? നോൺ പോളാർ ഡൈഇലക്ട്രിക് എന്ന് പറയും.
ഇനി വാട്ട് ഈസ് എ പോളാർ മോളിക്യൂൾ? പോളാർ മോളിക്യൂൾ മീൻസ് ദ സെന്റേഴ്സ് ഓഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ആ ആറ്റത്തിന്റെ അല്ലെങ്കിൽ മോളിക്യൂളിന്റെ പോസിറ്റീവ് ചാർജിന്റെ സെന്ററും നെഗറ്റീവ് ചാർജിന്റെ സെന്ററും അല്പം ഡിസ്റ്റൻസ് ഇട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത്തരം മോളിക്യൂൾസിനെ നമ്മൾ പോളാർ മോളിക്യൂൾ എന്ന് പറയും. നമുക്കറിയാം ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്, വാട്ട് വി കോൾഡ് എ ഡൈപോൾ. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഒരു നിശ്ചിത അകലത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈപോൾ. അപ്പൊ ഞാൻ പറയട്ടെ, ഇതൊരു ഡൈപോൾ ആണ്. സോ ഓരോ പോളാർ മോളിക്യൂളും ഒരു ഇലക്ട്രിക് ഡൈപോൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് എ പോളാർ ഡൈഇലക്ട്രിക് ഹാവ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, പക്ഷേ നോൺ പോളാർ ഡൈഇലക്ട്രിക്കിന്റെ പ്രത്യേകത അതിനകത്ത് മോളിക്യൂൾസ് ഡൈപോൾസ് അല്ല. എന്താ ഡൈപോൾസ് അല്ലെന്ന് പറയാൻ കാര്യം എന്താ? ഡൈപോൾസിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇലക്ട്രിക് ഡൈപോളിന്റെ ഡെഫിനിഷൻ എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈക്വലും ഓപ്പോസിറ്റുമായ രണ്ട് ചാർജുകൾ ഒരു നിശ്ചിത അകലത്തിൽ ഇരിക്കുന്നതിനെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. നോൺ പോളാർ ഡൈഇലക്ട്രിക്കിലെ മോളിക്യൂൾസ് ഡൈപോൾസ് അല്ല. പോളാർ മോളിക്യൂൾസിലെ മോളിക്യൂൾസ് ഓരോരുത്തരും ഡൈപോൾസ് ആണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വ്യത്യാസം. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഡൈഇലക്ട്രിക് ഇൻസുലേറ്റിംഗ് മീഡിയമാണ്, അതിനകത്തൂടെ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകും. അതിന് താങ്ങാൻ പറ്റുന്ന ഒരു പരമാവധി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിന്റെ പേര് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഡൈഇലക്ട്രിക് മീഡിയങ്ങൾ രണ്ട് തരത്തിലുണ്ട്, നോൺ പോളാറും പോളാറും. എന്താണ് നോൺ പോളാർ ഡൈഇലക്ട്രിക്? അതിലെ മോളിക്യൂൾസ് ഡൈപോൾസ് അല്ല, അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് ചാർജും സെന്ററും നെഗറ്റീവ് ചാർജിന്റെ സെന്ററും ഒരേ പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുന്നു. പോളാർ ഡൈഇലക്ട്രിക്കിന്റെ പ്രത്യേകത അതിനകത്തുള്ള ഓരോ മോളിക്യൂൾസും ഡൈപോൾസ് ആണ്. മീൻസ് അതിന്റെ പോസിറ്റീവ് ചാർജിന്റെ സെന്ററും നെഗറ്റീവ് ചാർജിന്റെ സെന്ററും സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി മനസ്സിലാക്കേണ്ടത് നോൺ പോളാർ ഡൈഇലക്ട്രിക്കിനെ, അതായത് ഇങ്ങനെയുള്ള മോളിക്യൂൾസ് കൊണ്ടുള്ള ഒരു ഡൈഇലക്ട്രിക്കിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നും പോളാർ മോളിക്യൂൾ ഉള്ള ഒരു ഡൈഇലക്ട്രിക്കിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നുമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ ഒരു സാധനത്തെ എടുത്ത് ഇലക്ട്രിക് ഫീൽഡ് വെക്കുന്നതും ഇതുപോലത്തെ ഒരു സാധനത്തെ എടുത്ത് ഇലക്ട്രിക് ഫീൽഡ് വെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ രണ്ട് കേസിലും എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡൈപോൾസ് എന്താണെന്ന് അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. എനിക്ക് നിങ്ങൾ പ്ലസ് വണ്ണിൽ ഇൻഡ്യൂസ്ഡ് ഡൈപോൾസ്, ഡൈപോൾ ഇന്ററാക്ഷൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോ ഇത്രയും നന്നായിട്ടൊന്ന് നോട്ട് ചെയ്തേക്കാം. സോ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇവരുടെ, ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ പ്രോസസ്സിന് നമ്മളൊരു പേരൊക്കെ വിളിക്കും, ഡൈ ഇലക്ട്രിക് പോളറൈസേഷൻ എന്നൊക്കെ പറയും. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.